75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങി രാജ്യം. പരേഡിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ശക്തിയും പാരമ്പര്യവും സാംസ്കാരിക വൈവിധ്യവും ഒരിക്കൽ കൂടെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാൻ തയ്യാറെടുക്കുകയാണ് സൈന്യം. വിപുലമായ ആഘോഷങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭവൻ മുതൽ ചെങ്കോട്ട വരെ നീളുന്ന അത്യുഗ്രൻ പരേഡ്, മാർച്ച് പാസ്റ്റും മോട്ടോർ സൈക്കിൾ അഭ്യാസവുമായി സൈന്യത്തിന്റെ 56 റെജിമെന്റുകൾ, ഫ്ലൈ പാസ്റ്റിന് 51 വിമാനങ്ങൾ. നാളെ രാവിലെ 10:30 പരേഡ് ആരംഭിക്കും. കരസേനയിലെയും നാവികസേനയിലെയും വ്യോമസേനയിലെയും വനിതകൾ അണിനിരക്കുന്ന പരേഡാണ് ഇത്തവണത്തെ പ്രത്യേകത. NCCയും ആർംഡ് ഫോഴ്സും ഡൽഹി പോലീസും വനിതകളെ മാത്രം ഉൾക്കൊള്ളിച്ചാണ് പരേഡ് നടത്തുക. കേരളത്തിന് അഭിമാനമായി ഡൽഹി പോലീസിലെ മലയാളിയായ ശ്വേതാ സുഗതൻ IPS ആണ് വനിതാ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. 128 അംഗ ഫ്രഞ്ച് സൈനിക സംഘവും ഇത്തവണ ഇന്ത്യക്കൊപ്പം മാർച്ച് പാസ്റ്റിൽ അണിനിരക്കുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന തീമിലാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ. ഇന്ന് രാത്രി 10 മണി മുതൽ ഡൽഹിയിൽ വാഹനങ്ങൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട 17,000 അതിഥികൾ ഉൾപ്പെടെ 77,000 പേരെ സ്വീകരിക്കാൻ കർത്തവ്യപഥ് തയ്യാറായി. സുരക്ഷയ്ക്കായി 15,000-ലധികം സേനാംഗങ്ങൾ. രാഷ്ട്രപതിയുടെ സേവാ മെഡലുകളും പുരസ്കാരങ്ങളും ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. 1132 പേർക്കാണ് മെഡലുകൾ. വിശിഷ്ട സേവനത്തിന് കേരളത്തിൽ നിന്ന് 2 പേർക്കും, സ്തുത്യർഹ സേവനത്തിന് പോലീസ് മെഡൽ കേരളത്തിൽ നിന്ന് 11 പേർക്കും ലഭിച്ചു. ജസ്റ്റിൻ ജോർജ്, വിൽസൺ എന്നിവർക്ക് ജീവൻ രക്ഷാ പതക്കും, R. സൂരജിന് മരണാനന്തര ബഹുമതിയും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.